പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഹസൈനാറാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ 3 മേഖലകളിലെ നെല്ലിശ്ശേരി മേഖല വികസനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ഇനി നമ്മുടെ ചിറ്റഴിക്കുന്ന് മേഖലയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും നിൽക്കുന്ന ഈ സ്ഥലം, ഇത് നമ്മുടെ ചിറ്റഴിക്കുന്ന് കക്കടിപ്പുറത്തേക്ക് പോകുന്ന ഏകദേശം 1 കിലോമീറ്ററോളം വരുന്ന നമ്മുടെ റോഡാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു റോഡാണ്. ഈ റോഡ് നമ്മൾ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് വരുമ്പോൾ 10 മുതൽ 12 അടി വീതിയാണ് നമ്മുടെ റോഡിനുണ്ടായിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗൾഫിലുള്ള പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾ, കൂട്ടായ്മയായിട്ടുള്ള ഗ്രീൻ വോയിസ് ചിറ്റഴിക്കുന്നിലേക്ക് സുഹൃത്തുക്കൾ എപ്പോഴും പറയും, ഒരു സ്കൂൾ ബസ് വന്നാൽ പോലും മറ്റൊരു വണ്ടിക്ക് പോകാൻ കഴിയാത്ത പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ട്, അതൊന്ന് പരിഹരിക്കണം എന്ന് എല്ലാവരും കൂട്ടായി പറഞ്ഞപ്പോൾ 8-9 വാർഡുകളെ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്ന ഒരു റോഡ് കൂടിയാണിത്. അപ്പോൾ 8-ാം വാർഡിലെയും 9-ാം വാർഡിലെയും ദീപാമണികണ്ഠന്റെയും നമ്മൾ മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഈ സ്ഥലത്തൊന്നും പ്രിയപ്പെട്ട ഈ നിൽക്കുന്ന ആളുകൾ, ഈ നാട്ടിലെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും, രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സർവകക്ഷി യോഗം വിളിച്ചു. ആ യോഗം വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ വീട്ടുകാരും ഈ റോഡ് 18 അടിയാക്കി വീതി കൂട്ടുന്ന രൂപത്തിലേക്ക് എല്ലാ സഹകരണവും ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും സ്ഥലം സൗജന്യമായി വിട്ടുതന്ന മതിലുകൾ പൊളിക്കേണ്ടി വന്നപ്പോൾ പ്രവാസി സുഹൃത്തുക്കളുടെയും നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്ക് മതിലുകൾ കെട്ടിക്കൊടുക്കാൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ സ്വാഭാവികമായും ചെയ്യേണ്ട കാര്യം ഈ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തികൾ ഏർപ്പെടുക എന്നുള്ളതാണ്. അതിന്റെ തുടക്കം എന്നുള്ള നിലക്ക് 2 സൈഡും കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2.5 ലക്ഷം ആദ്യഘട്ടത്തിൽ അനുവദിച്ചു. ഇതേ റോഡിൽ തന്നെ തെരഞ്ഞെടുപ്പ് ജയിച്ച ഉടൻ വളരെ രൂക്ഷമായ പ്രശ്നം ഉണ്ടായിരുന്ന തെക്കുവ മസ്ജിദിന് സമീപത്തെ റോഡ് 5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നമുക്ക് കോൺക്രീറ്റ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഈ റോഡിൽ തന്നെ ഒരു സൈഡ് കെട്ട്, ആ സൈഡ് കെട്ട് നമുക്ക് നമ്മുടെ പദ്ധതിയിൽ സൈഡ് കെട്ടും ഐറിഷ് ട്രെയിനും 4 ലക്ഷം രൂപ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പക്ഷെ 1 കിലോമീറ്ററോളമുള്ള ഈ റോഡിൽ ഒരിക്കലും പഞ്ചായത്തിന്റെ ഫണ്ട് മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് നമ്മുടെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയില്ലെന്ന ബോധ്യം നമുക്കുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട MLA കൂടി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ CMLRP ഫണ്ടിൽ നിന്ന് 40 ലക്ഷത്തിലധികം രൂപ നമുക്ക് അനുവദിച്ചു. അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. ഒരു കോൺട്രാക്റ്റുകാരെ എടുത്തിട്ടുണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ അതിന്റെ വർക്ക് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ആ സന്തോഷം കൂടി ഈ സമയത്ത് ഈ നാട്ടിലെല്ലാവരും ആഗ്രഹിച്ച കാര്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തന്നെ നമ്മൾ കാണുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിറ്റഴിക്കുന്ന് കയ്യാലക്കുളങ്ങര റോഡിലാണ്. ഇത് മുമ്പ് വാർഡ് മെമ്പറായിരുന്ന സീനത്ത് കോൺക്രീറ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന്റെ ബാക്കി ഒരു ഭാഗം കോൺക്രീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. 2 ലക്ഷം രൂപ ചെലവഴിച്ച് ഈ കോൺക്രീറ്റ് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന റോഡ് ആന്ത്രൂപ്പാടം കണക്ഷൻ റോഡാണ്. ഇത് ഏകദേശം 200 മീറ്ററോളം നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ 120 മീറ്ററും പിന്നീട് ബാക്കി 80 മീറ്ററും നമുക്ക് കോൺക്രീറ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇത് നമ്മുടെ മാട്ടേരിത്താഴം റോഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏകദേശം 120ഓളം മീറ്റർ റോഡ് നമുക്ക് കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ റോഡ് പള്ളിത്താഴം റോഡ് ചിറ്റഴിക്കുന്നുകാരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമാണ്. അതിന്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നത് ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. തുടക്കത്തിൽ 2 ലക്ഷം രൂപ ഉപയോഗിച്ച് കോൺക്രീറ്റ് നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഏകദേശം 1 കിലോമീറ്ററോളം വരുന്ന ഇവിടുന്ന് മഹല്ല് നെല്ലിശ്ശേരി കുണ്ടുമ്മൽ ജുമാ മസ്ജിദിലേക്ക് പോകാൻ വേണ്ടി മയ്യത്തൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടി നാട്ടുകാർ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഈ റോഡ്, ഇതിന്റെ 2 സൈഡും സൈഡ് കെട്ടുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ 5 ലക്ഷം രൂപയും ഇപ്പോൾ അത് പൂർത്തീകരിച്ചു. 2ാം ഘട്ടത്തിൽ 7 ലക്ഷം രൂപ പൂർത്തീകരിച്ച് അതിന്റെ ടെൻഡർ നടപടികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യമായി തന്നെ, ഈ വാർഡിനെ സംബന്ധിച്ചോളം വലിയൊരു നേട്ടമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആന്ത്രൂപ്പാടം റോഡിലാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വരുമ്പോൾ പ്രധാനമായും ഇവർ വെള്ളക്കെട്ടും മറ്റു പ്രശ്നമൊക്കെ നമ്മുടെ ശ്രദ്ധപ്പെടുത്തിയതായിരുന്നു. ആദ്യഘട്ടത്തിൽ 3.5 ലക്ഷം രൂപയും പിന്നീട് 1.5 ലക്ഷം രൂപയും ഉപയോഗിച്ച് പൂർണ്ണമായി ഈ പ്രദേശത്തുകാരുടെ ഈ റോഡിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. നമ്മുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പാടശേഖരമാണ് ആന്ത്രൂപ്പാടത്തെ പാടശേഖരം.
എല്ലാ ഗ്രാമസഭയിലും നിരന്തരമായി അവർ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. ഈ പാടശേഖരത്തിലേക്ക് ഇറങ്ങാൻ ആവശ്യമായിട്ടുള്ള ഒരു റാമ്പ്, ട്രാക്ടർക്ക് ഇറങ്ങാനായാലും നമ്മുടെ നെൽ കൊയ്ത്ത് മെഷീനുകൾക്ക് ഇറങ്ങാനായാലും ഒരു റാമ്പ് ആവശ്യമാണെന്ന് ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ബാവക്ക അതിനാവശ്യമായിട്ടുള്ള സ്ഥലം വിട്ടു തന്നു. അതോടൊപ്പം ഈ പാടശേഖരത്തിന് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള മോട്ടോർ ഷെഡ്, ആ മോട്ടോർ ഷെഡ് സ്ഥാപിക്കുന്നതിനാവശ്യമായ സ്ഥലവും ബഹുമാന്യനായിട്ടുള്ള ബാവക്ക വിട്ടു തന്നു. ഈ രണ്ടിലേക്കും മോട്ടോർ ഷെഡ് സ്ഥാപിക്കുന്നതിനാവശ്യമായിട്ടുള്ള 2 ലക്ഷം രൂപയും അതോടൊപ്പം നമ്മുടെ റാമ്പ് സ്ഥാപിക്കുന്നതിനായി ആവശ്യമായിട്ടുള്ള തുകയും മാറ്റിവെച്ചു. അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു. അത് എഗ്രിമെന്റ് പൂർത്തീകരിച്ച് പണി ആരംഭിക്കുന്ന ഘട്ടത്തിലായിട്ടുണ്ട്. അതോടൊപ്പം എനിക്ക് പിറകിൽ കാണുന്ന ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു കുളമാണ് താമരാട്ടുകുളം. നമ്മുടെ എല്ലാം വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. നമ്മുടെ താമരാട്ടുകുളത്തിന്റെ പുനരുദ്ധാരണം വർഷങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു. നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 26 ലക്ഷം രൂപ നമുക്ക് അതിനുവേണ്ടി മാറ്റിവെക്കാൻ കഴിഞ്ഞു. അതിന്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു വരികയാണ്. നമുക്ക് ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രമാണ് അതിന്റെ വർക്ക് ആരംഭിക്കുന്നതിന് നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. അതോടൊപ്പം മുൻകാലത്ത് നമ്മുടെ ചിറ്റഴിക്കുന്ന് മേഖലയിലേക്കായി കൊണ്ടുവന്നിട്ടുള്ള കുടിവെള്ള പദ്ധതി, അതിന്റെ മോട്ടോർ ഷെഡ് തകരാറിലായ അവസ്ഥയിലായിരുന്നു. നമ്മൾ അതിന് ഫണ്ട് മാറ്റിവെച്ചു. അത് പൂർണ്ണമായി നല്ല രൂപത്തിൽ അതിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന സന്തോഷം കൂടിയുണ്ട്. ഇത്തരം വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ ചിറ്റഴിക്കുന്ന് മേഖലയിൽ നമുക്ക് ഈ ജനങ്ങളുടെ ഒരുമിച്ചുള്ള പിന്തുണയിൽ നമുക്ക് പൂർത്തീകരിക്കാനായത്.